അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അഞ്ചാമത്തെ ടെസ്റ്റിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്നത് എന്താണ് LDR. ഈ ഒരു സെൻസർ നമ്മൾ സാധാരണ ഇതിൽ എവിടെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് LDRനെ കുറിച്ച് കണ്ട് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ബേസ് തൊട്ടുകാണ്ട് അഡ്വാൻസ് ലെവലിൽ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യം ഇന്നത്തെ വീഡിയോ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് LDR, എങ്ങനെ യൂസ് ചെയ്യാം, എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ LDRനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ LDR എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ LDR ഇതിന് നമുക്ക് ഏകദേശം 8 രൂപയോട്ട് വില വരുന്നത്. സാധാരണ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ LDR വാങ്ങാണ്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു LDR യൂസ് ചെയ്താണ് നമുക്ക് അടിപൊളി പ്രൊജക്റ്റുകൾ ചെയ്യാണ്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ LDRനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ LDRൻ്റെ ഫുൾ ഫോമാണ് ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ LDR എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സെൻസർ വർക്ക് ചെയ്യുന്നത്. അതിലോട്ട് ആ രീതിയിലൊക്കെയാണ് നമ്മൾ കണക്ഷൻ ചെയ്യുന്നത്. ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി സമയത്ത് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയം ഒരു പ്രൊജക്റ്റ് ചെയ്യണം. ആ പ്രൊജക്റ്റിൽ നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ള സംഭവം നമുക്ക് രാത്രി ഓണാക്കണം. അപ്പോൾ അങ്ങനെ ഓണാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ LDR സെൻസർ യൂസ് ചെയ്യേണ്ടി വരും. അത് വേണം, നമുക്ക് രാവിലെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ LDR സെൻസർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലാണ് സംഭവം വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ LDR നമുക്ക് ഈ രീതിയിലും വരുന്നുണ്ട്, പിന്നെ മൊഡ്യൂൾ രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മുന്നായിട്ട് LDR മൊഡ്യൂൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം LDRൻ്റെ ഫുൾ ഫോം നമ്മൾ മനസ്സിലാക്കി. എന്താണ് LDRൻ്റെ ഫുൾ ഫോം എന്നുള്ളത്? ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്നാണ്. പിന്നെ നമ്മുടെ LDRന് മറ്റൊരു പേരുകൂടെയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം പഠിച്ചത് എന്താ വെച്ചാൽ LDRൻ്റെ ഫുൾ ഫോം ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്നായിരുന്നു. എന്നാൽ അതിൻ്റെ മറ്റൊരു പേരുകൂടെയാണ് ഫോട്ടോ റെസിസ്റ്റർ എന്ന് കേട്ടോ. അതായത് ഫുള്ളായിട്ട് ഇത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ LDRൻ്റെ ഒപ്പം തന്നെ ആയിട്ട് ഞാൻ പറഞ്ഞാലും മൊഡ്യൂളായിട്ട് വാങ്ങാൻ കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് പൊട്ടിച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഇവനാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് LDR തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിലോട്ട് വരുന്നുണ്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. അപ്പോൾ കണ്ടോ, രണ്ടും LDR തന്നെയാണ്, 2 LDR ആണ്. അപ്പോൾ 2 LDRൻ്റെ വർക്കിംഗ് ഒരേപോലെ തന്നെ കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് LDR എന്നുള്ളത് കണ്ടോ, LDR എന്നുള്ള എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ള വയറും VCC ഗ്രൗണ്ട് അങ്ങനെ കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ ഈ LDR ഡാർക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് രാത്രി ആയിരിക്കുന്ന അവസ്ഥയിൽ ഏകദേശം നമുക്ക് മെഗാ ഓം വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ മാക്സിമം ലേറ്റുള്ള സമയത്ത്, അതായത് രാവിലെ സമയത്തൊക്കെ നമുക്ക് 100 ഓമിൻ്റെ റേഞ്ചിൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വരുന്നുണ്ടാവും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇതിൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ലൈറ്റുള്ള സമയത്ത് നമുക്ക് ഓണാക്കാണ്ട് കഴിയും, ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഓഫാക്കാണ്ട് കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലൈറ്റിനനുസരിച്ച് നമുക്ക് എന്തും വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ LDR പോലുള്ള സെൻസർ യൂസ് ചെയ്യാണ്ട് കഴിയും. അപ്പോൾ ആ രീതിയിൽ LDR ആണ്. പിന്നെ നമുക്ക് കടയിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പീസായിട്ട് വാങ്ങാൻ കഴിയും, ഇതേപോലെ ബോർഡായിട്ട് വാങ്ങാൻ കഴിയും, അങ്ങനെ പല രീതിയിൽ വാങ്ങാണ്ട് കഴിയും. അപ്പോൾ നമ്മൾ 2 രീതിയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ LDR കാർഡിയം സൾഫേറ്റ് എന്നുള്ളൊരു ഇത് വെച്ചാണ് സംഭവം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്, പിന്നെ എങ്ങനെ കണക്ട് ചെയ്ത് കാണാൻ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഓരോ സമയം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ആ പ്രോജക്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് നീട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സമയം അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വലിയ പ്രൊജക്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ പ്രോഗ്രാമിലോട്ട് എടുക്കും. അവിടെ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാം, നമ്മൾ അറേ ലൂപ്പ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ പഠിക്കാം. അതിനുശേഷം നമുക്ക് ആർഡിനോ ചെയ്തുകൊണ്ട് പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് മെയിൻ പ്രോജക്റ്റിലൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താ LDRനെ കുറിച്ച് ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ലൈറ്റിനെ ഡിപ്പെൻഡ് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഫുൾ ഫോം ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്നാണ്. പിന്നെ നമുക്ക് ഇത് ഈ ഒറ്റ പീസായിട്ട് വാങ്ങാണ്ട് കഴിയും, പിന്നെ ബോർഡ് രീതിയിലും വാങ്ങാൻ കഴിയും. ഇതിന് നമുക്ക് ഏകദേശം വന്നിട്ടുള്ള 110 അത്ര വില വന്നിട്ടുള്ളൂ. ഇതിന് ഏകദേശം നമുക്ക് 8 രൂപ 10 രൂപ ആ റേഞ്ചിലൊക്കെ വാങ്ങാനായിട്ട് കഴിയുന്ന കേട്ടോ. അപ്പോൾ സാധാരണ ഇലക്ട്രോണിക് ഷോപ്പിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് വെച്ചുള്ള പ്രോജക്റ്റ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഇതിൽ, അതായത് ഫുൾ മെയിൻ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഏകദേശം കാണുമ്പോൾ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ LDRനെ കുറിച്ച് കണ്ട് ഏകദേശം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. നമ്മൾ
എന്തായാലും ഇതിന് മുന്നേ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി സമയത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് ഓൺ ആവും, രാവിലെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെൻസറിൻ്റെ ആവശ്യം ഉണ്ടാവും അവിടെ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ LDR പോലുള്ള സെൻസർ യൂസ് ചെയ്യാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 2 വർഷം മുന്നുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ കോഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കോഡിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ LDRനെ കുറിച്ച് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു.